മക്കളെല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഡിജെഎൻ എഡ്യൂഹബിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മുടെ LP, UP എക്സാംസിനും LD എക്സാംസിനൊക്കെ വേണ്ടുന്ന ടോപ്പിക്കിൽ ഒന്നായ പരിണാമം, എവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഫസ്റ്റ് പാർട്ടാണ്. നമ്മൾ ഏകദേശം 80% അതിൽ കവർ ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പാർട്ടാണ്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസുകൾ വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക, നോട്ടുകൾ എഴുതി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പരിണാമത്തിന്റെ തെളിവുകളെ കുറിച്ചാണ്. പരിണാമം നടക്കുന്നുണ്ട് പറയുന്നുണ്ടെങ്കിലും പരിണാമത്തിന് കുറെ തെളിവുകൾ വേണം നമുക്ക്, അല്ലെ? അപ്പൊ പരിണാമത്തിന്റെ തെളിവുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കുറെ തെളിവുകളെ കുറിച്ച് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നുണ്ട് എങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തെളിവുകളുണ്ട്. നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ പരിണാമത്തിന്റെ തെളിവുകൾ, ഇതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നതാണ് ഫോസിലുകൾ. പരിണാമത്തിന്റെ ഏറ്റവും നല്ല എവിഡൻസുകളാണ് ഫോസിലുകൾ. പരിണാമത്തിന്റെ എഴുതപ്പെട്ട ഡോക്യുമെന്റുകൾ എന്നാണ് ആരെ വിളിക്കുന്നത്? ഫോസിലുകൾ. റിട്ടൺ ഡോക്യുമെന്റ്സ് ഓഫ് എവല്യൂഷൻ എന്നൊക്കെ പറയാറുണ്ട്. പരിണാമത്തിന്റെ എഴുതപ്പെട്ട ഡോക്യുമെന്റുകളാണ് എന്ത്? ഫോസിലുകൾ എന്ന് വിളിക്കുന്നത്. നമുക്ക് എന്താണ് ഈ ഫോസിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദിമകാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളെയാണ് ഫോസിലുകൾ, അല്ലെ? പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയൊക്കെ അവശിഷ്ടങ്ങൾ, ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോസിലുകൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആദിമകാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളാണ് ഫോസിലുകൾ. ഇനി ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാകാം? ഒന്നുകിൽ ജീവികളുടെ ശരീരങ്ങളോ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ മുദ്രകളോ ഒക്കെ ആകാം, അല്ലെ? ഫോസിൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരമാകാം, അല്ലെങ്കിൽ അതിന്റെ ശരീരഭാഗങ്ങളാകാം, അതിന്റെ ഏതെങ്കിലും മുദ്രകൾ, ഏതെങ്കിലും പ്രിന്റുകളാകാം, കാൽപാദങ്ങളൊക്കെ അല്ലേ ഇത്? ഇതൊക്കെ എന്താണ് ഫോസിലുകളായി വരാറുണ്ട്. പ്രത്യേകിച്ച് ജീവികളുടെ ഏറ്റവും കാഠിന്യമേറിയ ശരീരഭാഗങ്ങളാണ് പലപ്പോഴും ഫോസിലുകളായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫോസിലുകളുടെ ശാസ്ത്രീയമായ പരിശോധന നടത്തിയാൽ നമുക്ക് അവരുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കഴിയും. ഇപ്പൊ ഞാൻ പോയിന്റ്സുകൾ ഒന്ന് റിവൈസ് ചെയ്യാം. എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ഈ പരിണാമത്തിന് ഏറ്റവും നല്ല തെളിവാണ് പറഞ്ഞു എന്ത്? ഫോസിലുകൾ. റിട്ടൺ ഡോക്യുമെന്റ്സ് ഓഫ് എവല്യൂഷൻ എന്നാണ് ഫോസിലുകളെ വിളിക്കുന്നത്. എന്താണ് ഫോസിലുകൾ? ആദിമകാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളെയാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. ജീവികളുടെ ശരീരങ്ങളോ ശരീരഭാഗങ്ങളോ മുദ്രകളോ ഒക്കെ എന്തായി മാറാം? ഫോസിലുകളായിട്ട് മാറാം. ഓക്കെ, ഈ ഫോസിലുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? പാലിയന്റോളജി എന്ന് പറയും. അത് എക്സാമിന് ചോദിക്കാം കേട്ടോ. ഈ പഠനങ്ങൾ, ശാഖകൾ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണെന്ത്? പാലിയന്റോളജി. ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി എന്ന് പറയും. ഇപ്പൊ നമുക്ക് ഫോസിലുകൾ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്കറിയാം, ദിനോസറുകളെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, അല്ലെ? ഈ ദിനോസറുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലായി? ആ സമയത്ത് മനുഷ്യനൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലായി? ദിനോസറുകളുടെ ഫോസിലുകൾ കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു കാലത്ത് ഭൂമിയിൽ ദിനോസറുകൾ ജീവിച്ചിരുന്നു എന്ന്. അങ്ങനെ വംശനാശം സംഭവിച്ച പല ജീവികളെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ആര് സഹായിക്കാറുണ്ട്? ഫോസിലുകൾ സഹായിക്കാറുണ്ട്. നിങ്ങൾ മാമത്തിനെ കുറിച്ച് കണ്ടോ? മാമത്ത്, ഇല്ലേ? മാമത്തിന്റെ ഫോസിലുകൾ നമുക്ക് കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഭൂമിയിൽ മാമത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ജീവിച്ചിരുന്നു എന്ന്. ആണല്ലോ. ഇങ്ങനെ വംശനാശം സംഭവിച്ച ജീവികളെ കുറിച്ച് മനസ്സിലാക്കാൻ ഫോസിലുകൾ സഹായിക്കുന്നുണ്ട്. ഇനി ഫോസിലുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ, രണ്ട് ജീവിവർഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ഫോസിലുകൾ സഹായിക്കാറുണ്ട്. എന്താ പറഞ്ഞത്? രണ്ട് ജീവിവർഗങ്ങൾ തമ്മിലുള്ള, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ഫോസിലുകൾ സഹായിക്കാറുണ്ട്. അതായത് കണക്റ്റിംഗ് ലിങ്കുകളായിട്ട് ഫോസിലുകൾ വരാറുണ്ട്. ഇവിടുന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാം. നമുക്ക് പഠിക്കാനുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ഉണ്ട്. അതിന്റെ പേരാണ് ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആർക്കിയോപ്റ്റെറിക്സ്. എന്താണ് ഈ ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് ഒരു പക്ഷിയാണ്. നമ്മൾ റെപ്റ്റീലിയൻ ബേർഡ് എന്ന് വിളിക്കും. ഉരക പക്ഷി എന്നാണ് വിളിക്കുന്നത്. ചിലപ്പോ അങ്ങനെ ചോദിക്കാം എക്സാമിന്. എഴുതി വെക്കണേ. ഉരക പക്ഷി എന്നറിയപ്പെടുന്ന ഫോസിൽ ഏതാണ്? അത് ആർക്കിയോപ്റ്റെറിക്സ് ആണ്. ഈ ആർക്കിയോപ്റ്റെറിക്സിന്റെ ഫോസിൽ കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഉരകങ്ങൾക്ക് പരിണാമം സംഭവിച്ചാണ് പക്ഷികൾ ഉണ്ടായത്. എൻട്രി ലെവൽ എക്സാമിനൊക്കെ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്ന പക്ഷിയുടെ ഫോസിൽ കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഉരകങ്ങൾക്ക് പരിണാമം സംഭവിച്ചാണ് ആരുണ്ടായിരിക്കുന്നത്? പക്ഷികൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഉരക പക്ഷി അല്ലെങ്കിൽ റെപ്റ്റീലിയൻ ബേർഡ് എന്നാണ് ആരെ വിളിക്കുന്നത്? ആർക്കിയോപ്റ്റെറിക്സിനെ വിളിക്കുന്നത്. അപ്പൊ എക്സാം ചോദിക്കാം, ഉരക പക്ഷി എന്നറിയപ്പെടുന്ന ഫോസിൽ ഏതാണ്? ഏതാണത്? ആർക്കിയോപ്റ്റെറിക്സ് ആണ്. ആർക്കിയോപ്റ്റെറിക്സിൽ നിന്ന് തെളിവെന്താണത്? ഉരകങ്ങൾ പരിണമിച്ചാണ് പക്ഷികൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്കുകളായിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? ഫോസിലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ എന്താ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു?
നമ്മുടെ പരിണാമത്തിന്റെ ഏറ്റവും നല്ല എവിഡൻസുകളാണ് ഫോസിലുകൾ. ആദിമകാലത്ത് ജീവിച്ചിരുന്ന സസ്യങ്ങളുടെ, ജന്തുക്കളുടെ അവശിഷ്ടങ്ങളെയാണ് നമ്മൾ ഫോസിലുകൾ എന്ന് പറയുന്നത്. ഫോസിലുകളുടെ പ്രാധാന്യം എന്താണ്? വംശനാശം സംഭവിച്ച ജീവികളെ കുറിച്ച് മനസ്സിലാക്കാൻ ഫോസിലുകൾ സഹായിക്കാറുണ്ട്. 2 ജീവിവർഗ്ഗങ്ങൾ തമ്മിലുള്ള 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ഫോസിലുകൾ സഹായിക്കാറുണ്ട്. ഓക്കെ. ഉദാഹരണമാണ് ആർക്കിയോപ്റ്റെറിക്സ്. ആർക്കിയോപ്റ്റെറിക്സിനെ നമ്മൾ ഉരഗപക്ഷി അല്ലെങ്കിൽ റെപ്റ്റീലിയൻ ബേർഡ് എന്നാണ് വിളിക്കുന്നത്. ഉരഗങ്ങൾ പരിണമിച്ചാണ് പക്ഷികൾ ഉണ്ടായത് എന്നതിന്റെ തെളിവാണ് എന്ത്? ആർക്കിയോപ്റ്റെറിക്സ്. അത് എക്സാമിന് ചോദിക്കാം. ഇവിടുന്ന് വരാവുന്ന റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ആർക്കിയോപ്റ്റെറിക്സ്. ഓക്കെ ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കാലപ്പഴക്കമുള്ള ഫോസിൽ 3.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രോക്യാരിയോട്ടുകളുടെയാണ്. ഓക്കെ. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും എന്താണത് പഴക്കമുള്ള ഫോസിൽ ഏകദേശം 3.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രോക്യാരിയോട്ടുകൾ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചാൻസ് ഉള്ളത് ആർക്കിയോപ്റ്റെറിക്സ് ആണ്. ഇനി ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യം കൂടി ചോദിക്കാം ഇവിടെ. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്താണ്? എല്ലാവർക്കും അറിയാം, കാർബൺ ഡേറ്റിംഗ് ആണ് അല്ലേ? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് കാർബൺ ഡേറ്റിംഗ്. നമ്മുടെ കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പായ C14 ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയുമാണ് ഫോസിലുകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. പഠിക്കുക. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ അടുത്ത എവിഡൻസ് ആയിട്ട് പറയാൻ പോകുന്നത് ആകാര താരതമ്യ പഠനമാണ്. ഇത് നമ്മളുടെ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നുണ്ട്. കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ ഡയഗ്രത്തിലേക്ക് നോക്കുക. ഇവിടെ പല്ലിയുടെ മുൻകാലുകളെ കുറിച്ച് പറയുന്നുണ്ട്. വവ്വാലിന്റെ മുൻകാലുകൾ അല്ലെങ്കിൽ ചിറകുകളെ കുറിച്ച് പറയുന്നുണ്ട്. തിമിംഗലത്തിന്റെ മുൻകാലുകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? നിങ്ങൾ നോക്കി, ഈ മുൻകാലുകളുടെയൊക്കെ ധർമ്മം ഒരേപോലെയാണോ? പല്ലി അതിന്റെ മുൻകാലുകളെ ഉപയോഗിക്കുന്നത് പോലെയാണോ വവ്വാൽ ഉപയോഗിക്കുന്നത്? അതുപോലെയാണോ തിമിംഗലം ഉപയോഗിക്കുന്നത്? അല്ല. അപ്പൊ മുൻകാലുകളുടെയൊക്കെ ധർമ്മം എന്താണത്? വ്യത്യസ്തമാണ്. ധർമ്മം വ്യത്യസ്തമാണ്. അപ്പൊ ഇവരുടെയൊക്കെ ധർമ്മം എന്താ കുട്ടികളെ? വ്യത്യസ്തമാണ് അല്ലെ? എന്നാൽ ഓക്കെ, നമ്മള് പല്ലിയുടെ മുൻകാലുകൾ എടുത്തിട്ട് അതിന്റെ അസ്ഥികൾ പരിശോധിക്കുകയാണ്. അതേപോലെ വവ്വാലിന്റെ മുൻകാലുകൾ എടുത്ത് അസ്ഥികൾ പരിശോധിക്കുകയാണ്. തിമിംഗലത്തിന്റെ മുൻകാലുകൾ എടുത്തിട്ട് അസ്ഥികൾ പരിശോധിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഈ അസ്ഥികളുടെ ഘടന ഒരേപോലെയാണ് അല്ലെ? അപ്പൊ അസ്ഥികളുടെ ധർമ്മം വ്യത്യസ്തമാണ്. പക്ഷേ പക്ഷിയുടെ മുൻകാലുകൾ നിർമ്മിച്ചിരിക്കുന്ന അതേ അസ്ഥികൾ കൊണ്ടാണ് പല്ലികളുടെ മുൻകാലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതേ അസ്ഥികൾ കൊണ്ടാണ് തിമിംഗലത്തിന്റെ മുൻകാലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവരുടെയൊക്കെ ഘടന എന്താണത്? ഒരേപോലെയാണ്. ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരേ ഘടനയും വ്യത്യസ്ത ധർമ്മവുമുള്ള അവയവങ്ങളുണ്ട്. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അവരെ അനുരൂപ അവയവങ്ങൾ എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് സജാതീയ അവയവങ്ങൾ. അനുരൂപ അവയവങ്ങളെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ കുട്ടികളെ? സജാതീയ അവയവങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മളുടെ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിന്റെ മലയാളം വേർഷനകത്ത് സജാതീയ അവയവങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് സജാതീയ അവയവങ്ങൾ? ഒരേ ഒരേ ഘടനയായിരിക്കും, വ്യത്യസ്ത ധർമ്മമായിരിക്കും അല്ലെ? അപ്പൊ ഒരേ ഘടനയും വ്യത്യസ്ത ധർമ്മവുമുള്ള അവയവങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? അനുരൂപ അവയവങ്ങൾ, അല്ലെങ്കിൽ അവരെ സജാതീയ അവയവങ്ങൾ, ഇംഗ്ലീഷിൽ ഹോമോലോഗസ് ഓർഗൻസുകൾ എന്ന് പറയും. കിട്ടിയല്ലോ. ഈ സജാതീയ അവയവങ്ങൾ കാണിക്കുന്നത് ഒരു പൊതു പൂർവികനിലേക്കാണ്. അതായത് ഈ പറയുന്ന പല്ലിയും ഈ പറയുന്ന വവ്വാലും ഈ പറയുന്ന തിമിംഗലം ഒക്കെ എന്താണ്? കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയാണ് ഒരു പൊതു പൂർവികനിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ സജാതി അവയവങ്ങൾ അല്ലെങ്കിൽ അനുരൂപ അവയവങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? എന്താണ് ഈ സജാതി അവയവങ്ങൾ അല്ലെങ്കിൽ അനുരൂപ അവയവങ്ങൾ? ഒരേ ഘടനയായിരിക്കും, വ്യത്യസ്ത ധർമ്മമായിരിക്കും. ഒരു പൊതു പൂർവികനിൽ, ഒരു കോമൺ ആൻസസ്റ്ററിലേക്കാണ്, ഒരു പൊതു പൂർവികനിലേക്കാണ് സജാതി അവയവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. കിട്ടിയല്ലോ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊന്നു കൂടിയുണ്ട്. അതിന്റെ പേരാണ് എന്ത്? വിജാതീയ അവയവങ്ങൾ എന്ന് പറയും. ഇതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പേര് സജാതീയ അവയവങ്ങൾ എന്നാണ് കുട്ടികളെ. സജാതീയ അവയവങ്ങൾ. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാണ് വിജാതീയ അവയവങ്ങൾ എന്ന് പറയും. എന്താണ് ഈ വിജാതീയ അവയവങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. എന്താണ് വിജാതീയ അവയവങ്ങൾ? നമ്മൾ ഇംഗ്ലീഷിൽ എന്താ വിളിക്കുന്ന പേര്? അനലോഗസ് ഓർഗൻസ് എന്ന് പറയും. വിജാതീയ അവയവങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ? ഒരേ ധർമ്മമായിരിക്കും അല്ലെ? ഒരേ ധർമ്മമായിരിക്കും, പക്ഷേ വ്യത്യസ്ത ഘടനയായിരിക്കും.
അപ്പൊ ഒരേ ധർമ്മവും വ്യത്യസ്ത ഘടനയുമുള്ള അവയവങ്ങളെ വിളിക്കുന്ന പേരാണ് വിജാതീയ അവയവങ്ങൾ. നമ്മൾ നേരത്തെ പഠിച്ചെന്തായിരുന്നു? ഒരേ ഘടന, വ്യത്യസ്ത ധർമ്മം. അല്ലെ? ഇവിടെ എങ്ങനെയാണ്? ഒരേ ധർമ്മം, വ്യത്യസ്ത ഘടന ഉള്ള അവയവങ്ങളെയാണ് വിജാതീയ അവയവങ്ങൾ എന്ന് പറയുന്നത്. ഈ വിജാതീയ അവയവങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ നിങ്ങൾ എഴുതി വെക്കണം. പക്ഷികളുടെയും ഷഡ്പദങ്ങളുടെയും ചിറകുകൾ. എഴുതി വെച്ചെന്താണ്? പക്ഷികളുടെയും ഷഡ്പദങ്ങളുടെയും ചിറകുകളാണ്. നമുക്കറിയാം പക്ഷികൾക്ക് ചിറകുകളുണ്ട്, ഷഡ്പദങ്ങൾക്ക് ചിറകുകളുണ്ട്. ഇത് രണ്ടും എന്താണ്? പറക്കാൻ സഹായിക്കുന്നതല്ലേ? ആണല്ലോ. പക്ഷെ രണ്ടുപേരും ഉണ്ടായിരിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. പക്ഷികളുടെ മുൻകാലുകളാണ് ചിറകുകളായി മാറിയിരിക്കുന്നത്. എന്നാൽ ഷഡ്പദങ്ങളുടെ സ്കിന്നാണ് ചിറകായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ രണ്ടിന്റെയും ഘടനയും ഉണ്ടായിരിക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. പക്ഷെ ഇവരെല്ലാം ഉപയോഗിക്കുന്നത് പറക്കാൻ വേണ്ടിയാണ്. അപ്പൊ പക്ഷികളുടെ ചിറകും ഷഡ്പദങ്ങളുടെ ചിറകും ഏത് അവയവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്? വിജാതീയ അവയവങ്ങളാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മധുരക്കിഴങ്ങും ഉരുളക്കിഴങ്ങും. എക്സാമിന് ചോദിക്കാം. നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലോ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലോ പറയുന്നുണ്ട് ഈ ഒരു പോയിന്റ്. എന്താ പറയുന്നത്? നമ്മുടെ ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങും വിജാതീയ അവയവങ്ങളാണ്. നമുക്കറിയാം ഉരുളക്കിഴങ്ങിന്റെയും മധുരക്കിഴങ്ങിന്റെയും ധർമ്മം എന്താണ്? സംഭരണമാണ്. അല്ലയോ? ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങും ആഹാരത്തെ സംഭരിച്ചു വെക്കുന്നു. പക്ഷേ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരിക്കുന്നത് കാണ്ഡത്തിൽ നിന്നും, എന്നാൽ മധുരക്കിഴങ്ങ് ഉണ്ടായിരിക്കുന്നത് വേരിൽ നിന്നുമാണ്. മനസ്സിലായോ? സോ ഒരു ഭൂകാണ്ഡമാണ് എന്ത്? ഉരുളക്കിഴങ്ങ്. ഒരു സംഭരണ വേരാണെന്ത്? മധുരക്കിഴങ്ങ്. ഓക്കെ. ഒരു ഭൂകാണ്ഡമാണ് എന്ത്? ഉരുളക്കിഴങ്ങ്. ഒരു സംഭരണ വേരാണെന്ത്? മധുരക്കിഴങ്ങ്. അതായത് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരിക്കുന്ന സ്റ്റെം അല്ലെങ്കിൽ കാണ്ഡത്തിൽ നിന്നുമാണ്, മധുരക്കിഴങ്ങ് ഉണ്ടായിരിക്കുന്നത് വേരല്ലെങ്കിൽ റൂട്ടിൽ നിന്നും. അപ്പൊ രണ്ടുപേരും ഉണ്ടായിരിക്കുന്ന രീതി വ്യത്യസ്തമാണ്, എന്നാൽ രണ്ടുപേരുടെ ധർമ്മം ഒരേപോലെയാണ്. അപ്പൊ ഇതൊക്കെ വിജാതീയ അവയവങ്ങൾക്ക് ഉദാഹരണങ്ങൾ. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് എന്താണ്? ഉദാഹരണമാണ് പഠിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ എന്താ കാര്യങ്ങൾ പറഞ്ഞത്? ഒരേ ഘടനയും വ്യത്യസ്ത ധർമ്മവുമുള്ള അവയവങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? സജാതീയ അവയവങ്ങൾ അല്ലെങ്കിൽ അനുരൂപ അവയവങ്ങൾ. ഉദാഹരണമാണ് പല്ലി, പക്ഷികൾ, തിമിംഗലം എന്നിവയുടെ മുൻകാലുകൾ. എന്നാൽ ഒരേ ധർമ്മവും വ്യത്യസ്ത ഘടനയുമുള്ള അവയവങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിജാതീയ അവയവങ്ങൾ എന്ന് വിളിക്കുന്നത്. വിജാതീയ അവയവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പക്ഷികൾ, അതുപോലെ തന്നെ ഷഡ്പദങ്ങൾ എന്നിവയുടെ ചിറകുകൾ, മധുരക്കിഴങ്ങും ഉരുളക്കിഴങ്ങും. കിട്ടിയല്ലോ? ഒരു പൊതു പൂർവികനിലേക്ക് വിരൽ ചൂണ്ടുന്നത് ഏതവയവങ്ങളാണ്? സജാതി അവയവങ്ങളാണ്, അനുരൂപ. ഇത് പഠിക്കുക, വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ. ഇനി പഠിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് മനുഷ്യന്റെ പരിണാമത്തെ കുറിച്ചാണ്. മനുഷ്യന്റെ പരിണാമം. മനുഷ്യന്റെ പരിണാമം, നരവംശശാസ്ത്രം, അതിന് വിളിക്കുന്ന പേരെന്താ? ആന്ത്രപ്പോളജി എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ഇല്ലയോ? നരവംശശാസ്ത്രം. നരവംശശാസ്ത്രത്തിന് പറയുന്ന പേരെന്താ? ആന്ത്രപ്പോളജി എന്ന് പറയും. നരവംശശാസ്ത്രത്തെ വിളിക്കുന്ന പേരെന്താ? ആന്ത്രപ്പോളജി എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ മനുഷ്യനും ചിമ്പാൻസിയും, മനുഷ്യൻ, ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്ങുട്ടാൻ, ഗിബൺ, കുരങ്ങുകൾ എന്നിവരൊക്കെ ഉൾപ്പെടുന്ന ഒരു പൊതുവിഭാഗമുണ്ട്. അതാണ് ആന്ത്രപ്പോയിഡിയ എന്ന് പറയും. ഈ ആന്ത്രപ്പോയിഡിയെ പിന്നീട് രണ്ടായിട്ട് തിരിഞ്ഞു. അതിൽ ഒന്നിനെയാണ് സെർക്കോപിത്തിക്കോയിഡെ, അടുത്തയാണ് ഹൊമിനോയിഡിയെ എന്ന് പറയും. ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി അത്. ഇപ്പൊ നമ്മൾ മനുഷ്യന്റെ പരിണാമത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. നരവംശ ശാസ്ത്രത്തെ വിളിക്കുന്ന പേരാണെന്ത്? ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. മനുഷ്യൻ, ചിമ്പൻസി, ഗൊറില്ല, ഒറാങ്ങുട്ടൻ, ഗിബൺ, കുരങ്ങുകൾ എന്നിവ ഉൾപ്പെടുന്ന പൊതുവിഭാഗമാണെന്ത്? ആന്ത്രപ്പോയിഡിയ. 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 ആന്ത്രപ്പോയിഡിയെ പിന്നീട് രണ്ടായിട്ട് തിരിഞ്ഞു. ഒന്നെന്താണ്? സെർക്കോപിത്തിക്കോയിഡിയെ, അടുത്താണെന്ത്? ഹൊമിനോയിഡിയെ എന്ന് പറയുന്നു. നിങ്ങൾ ആ ഡയഗ്രത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും അത്. അപ്പൊ എല്ലാവരും ഉൾപ്പെടുന്ന പൊതുവിഭാഗമാണ് ആന്ത്രപ്പോയിഡിയ. ആന്ത്രപ്പോയിഡിയയിൽ നിന്ന് രണ്ട് വിഭാഗം. ഒന്നാണ് സെർക്കോപിത്തിക്കോയിഡെ. ആ സെർക്കോപിത്തിക്കോയിഡെ ആണ് ഇന്ന് കാണപ്പെടുന്ന കുരങ്ങുകളായി മാറിയിരിക്കുന്നത്. മനസ്സിലായോ കുട്ടികളെ? അടുത്ത വിഭാഗമാണെന്ത്? ഹൊമിനോയിഡിയെ. ഹൊമിനോയിഡിയയിൽ നിന്നുമാണ് ഗിബൺ ഉണ്ടായിരിക്കുന്നത്. ഹൊമിനോയിഡിയയിൽ നിന്നുമാണ് ഒറാങ്കുട്ടൻ ഉണ്ടായിരിക്കുന്നത്. ഹൊമിനോയിഡിയയിൽ നിന്നുമാണ് ഗൊറില്ല ഉണ്ടായിരിക്കുന്നത്. ഹൊമിനോയിഡിയയിൽ നിന്നുമാണ് ചിമ്പൻസി ഉണ്ടായിരിക്കുന്നത്. ഹൊമിനോയിഡിയയിൽ നിന്നുമാണ് മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത്. കിട്ടിയല്ലോ? ആന്ത്രപ്പോയിഡിയ രണ്ടായിട്ട് തിരിഞ്ഞു. സെർക്കോപിത്തിക്കോയിഡിയെ, ഹൊമിനോയിഡിയെ. അപ്പൊ ഇനി നമുക്ക് ഡീറ്റെയിലേക്ക് പോകാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കഴിഞ്ഞ UPS 2020 UPS എക്സാമിന് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ മനുഷ്യന്റെ പരിണാമം പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതനമായ അംഗം ഏതാണ്? അത് ആർഡിപിത്തേക്കസ് രാമിഡസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും പുരാതനമായ അംഗം ഏതാണ്? അല്ലെ, മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതനമായ അംഗം ആരാണ്? ആർഡിപിത്തേക്കസ് രാമിഡസ് ആണ്.
ഇവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കുട്ടികളെ രാമാപിത്തേക്കസ് എന്ന് പറയും. എന്താണിത്? രാമാപിത്തേക്കസ് ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിക്കോളൂ, രണ്ടുപേരും സെയിം തന്നെയാണ്. ഇപ്പൊ മനുഷ്യകുലത്തിലെ ഈ പോയിന്റുകൾ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതനമായ അംഗം ഏതാണ്? ആർഡിപിത്തേക്കസ് രാമിഡസ് ആണ്. ഇവരെ നമ്മൾ രാമപിത്തേക്കസ് എന്ന് പറയുന്നു. ഇവരുടെ ഫോസിലുകൾ കിട്ടിയത് ആഫ്രിക്കയിൽ നിന്നുമാണ്. ഇതായിരുന്നു 2020 UPSCയുടെ ചോദ്യം. ആർഡിപിത്തേക്കസ് രാമിഡസിന്റെ ഫോസിൽ ലഭിച്ച വൻകര ഏതാണ്? എന്റെ ചോദ്യം എന്താണ്? അതായത് ആർഡിപിത്തേക്കസ് രാമിഡസിന്റെ ഫോസിലുകൾ ലഭിച്ച വൻകര ഏതാണ്? ഏതാണ്? ആഫ്രിക്കയാണ്. കഴിഞ്ഞ UPSCയുടെ ചോദ്യമാണ്. ഇപ്പൊ മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതനമായ അംഗമാണ് ആർഡിപിത്തേക്കസ് രാമിഡസ്. എവിടുന്ന ഫോസിൽ കിട്ടിയത്? ആഫ്രിക്കയിൽ നിന്നും. അടുത്തയാണെന്ത്? ഓസ്ട്രലോപിത്തേക്കസ് അഫറൻസിസ്. നിങ്ങൾ ഓസ്ട്രലോപിത്തേക്കസ് എന്ന് പഠിച്ചാൽ മതി. അഫറൻസിസിന് ഫുൾ നെയിം ഒന്നും പഠിക്കണമെന്നില്ല കേട്ടോ. മെലിഞ്ഞ ശരീരമാണ്. ഫോസിൽ കിട്ടിയത് മാത്രം ഒന്ന് ഓർത്തു വെക്കുക, ആഫ്രിക്കയിൽ നിന്നും. വേറൊന്നും ഇതിനകത്ത് വരാനില്ല. ഫോസിൽ കിട്ടിയത് മാത്രം ആഫ്രിക്കയിൽ നിന്നുമാണ് ഓർത്തു വെക്കുക. അടുത്ത ഹോമോ ഹാബിലിസ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കല്ലിൽ നിന്നും അസ്ഥി കഷ്ണങ്ങളിൽ നിന്നും ആയുധങ്ങൾ നിർമ്മിച്ച വിഭാഗം. വേണമെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫ്രെയിം ചെയ്യാം. താഴെ പറയുന്നവയിൽ കല്ലിൽ നിന്നും അസ്ഥി കഷ്ണങ്ങളിൽ നിന്നും ആയുധങ്ങൾ നിർമ്മിച്ച മനുഷ്യന്റെ പൂർവികൻ ആരാണ് എന്ന് ചോദിക്കാം. ആരാണത്? ഹോമോ ഹാബിലിസ് ആണ്. കിട്ടിയല്ലോ. കല്ലിൽ നിന്നും അസ്ഥി കഷ്ണങ്ങളിൽ നിന്നും ആയുധങ്ങൾ നിർമ്മിച്ച മനുഷ്യന്റെ പൂർവിക വിഭാഗം ഏതാ? ഹോമോ ഹാബിലിസ് ആണ്. എവിടുന്നാ ഫോസിൽ കിട്ടിയത്? ആഫ്രിക്കയിൽ നിന്നുമാണ്. അപ്പൊ ഈ ആദ്യത്തെ 3 വിഭാഗങ്ങൾ ഏതൊക്കെ കുട്ടികളെ? ആർഡിപിത്തേക്കസ് രാമിഡസിന്റെയും ഓസ്ട്രലോപിത്തേക്കസിന്റെയും ഹോമോ ഹാബിലിസിന്റെ ഒക്കെ ഫോസിൽ കിട്ടിയ എവിടുന്നാണ് പറഞ്ഞു? ആഫ്രിക്കയിൽ നിന്നുമാണ്. ഇപ്പൊ മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതനമായ അംഗമാണെങ്കിൽ ആർഡിപിത്തേക്കസ് രാമിഡസ് ആണ്. കല്ലിൽ നിന്നും അസ്ഥികഷ്ണങ്ങളിൽ നിന്നും ആയുധങ്ങൾ നിർമ്മിച്ച വിഭാഗം ഏതാണ്? ഹോമോ ഹാബിലിസ് ആണ്. ആർഡിപിത്തേക്കസിന്റെയും ഓസ്ട്രലോപിത്തേക്കസിന്റെയും ഹോമോ ഹാബിലിസിന്റെ ഫോസിൽ ലഭിച്ച ഇവിടുന്ന വൻകര ഏതാണ്? ആഫ്രിക്ക. അപ്പൊ നമുക്ക് എന്ത് പറയാം? മനുഷ്യൻ ആവിർഭവിച്ച ഭൂഖണ്ഡം ഏതാണ്? ചോദിച്ചിട്ടുണ്ട്. ആൻസർ എന്താണ്? ആഫ്രിക്കയാണ്. മനുഷ്യനുണ്ടായ ഭൂഖണ്ഡം ഏതാണ്? മനുഷ്യൻ ആവിർഭവിച്ച ഭൂഖണ്ഡം ഏതാണ്? ക്രാഡിൽ ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ഏതാണ്? മനുഷ്യ പരിണാമത്തിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന വൻകര, അങ്ങനെ ചോദിക്കാം എക്സാമിന്. മനുഷ്യ പരിണാമത്തിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന വൻകര ഏതാണ്? ക്രാഡിൽ ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ഏതാണ്? ഏതാണ് മക്കളെ അത്? നമ്മുടെ ആഫ്രിക്കയാണ്. പോയിന്റ്സുകൾ എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. ഇനി അടുത്തെയാണ് ഹോമോ ഇറക്ടസ്. അടുത്ത നാലാമത്തെ വിഭാഗം ഹോമോ ഇറക്ടസ് ആണ്. കട്ടിയുള്ള കീഴ്ത്താടിയും വലിയ പല്ലുകളും നിവർന്നു നിൽക്കാനുമുള്ള കഴിവ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ വരാം. ആദ്യമായി നിവർന്നു നിൽക്കാൻ കഴിവ് ലഭിച്ച മനുഷ്യ പൂർവിക വിഭാഗം ഏതാ? ഹോമോ ഇറക്ടസ് ആണ്. ഇറക്ട് എന്ന വാക്കിനർത്ഥം നിവർന്നു നിൽക്കുക എന്നാണ് അർത്ഥം. അത് പേരിൽ തന്നെയുണ്ട്. അപ്പൊ നിവർന്നു നിൽക്കാൻ കഴിവ് കിട്ടിയ ആദ്യ പൂർവിക വിഭാഗമാണ് ഹോമോ ഇറക്ടസ്. ഈ ഹോമോ ഇറക്ടസിന്റെ ഫോസിലുകൾ കിട്ടിയത് എവിടുന്ന് അറിയാമോ? ഇന്തോനേഷ്യയിലെ ജാവയിൽ നിന്നും, അല്ലെ? ഇവിടെ ഏഷ്യ എന്ന് പറയുന്നത് ഇന്തോനേഷ്യയെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ ഈ ഹോമോ ഇറക്ടസിന്റെ ഫോസില് കിട്ടിയത് ഇന്തോനേഷ്യയിലെ ജാവ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നുമാണ്. അതുകൊണ്ട് നമ്മൾ ഹോമോ ഇറക്ടസിനെ വിളിക്കുന്ന പേരാണ് കുട്ടികളെ ജാവ മനുഷ്യൻ എന്ന് പറയും. അതൊരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജാവ മനുഷ്യൻ എന്നറിയപ്പെടുന്ന പൂർവികൻ ആരാണ്? ആരാണ് കുട്ടികളെ? ഹോമോ ഇറക്ടസ് ആണ്. ഫോസിൽ കിട്ടിയത് ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമാണ്. ഏഷ്യ എന്ന് പറയുമ്പോൾ ഇന്തോനേഷ്യയിലെ ജാവയിൽ നിന്നുമാണ്. അപ്പൊ 2 കാലുകളിൽ നിവർന്നു നിന്ന ആദ്യ പൂർവിക വിഭാഗം, പോയിന്റുകൾ എഴുതി വെക്കണേ. 2 കാലുകളിൽ നിവർന്നു നിന്ന ആദ്യ പൂർവിക വിഭാഗം ഏതാണ്? ഏതാണത്? ഹോമോ ഇറക്ടസ് ആണ്. ജാവ മനുഷ്യൻ എന്നറിയപ്പെടുന്ന പൂർവിക വിഭാഗം ഏതാണ്? ഹോമോ ഇറക്ടസ് ആണ്. ഫോസിൽ കിട്ടിയത് ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമാണ്. നമുക്ക് ഈ എപ്പോഴും ഒരു കാര്യം പഠിക്കുന്ന സമയം നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ പഠിക്കണം. അത് നമ്മൾ കുറെ കാര്യങ്ങൾ വാരി വലിച്ച് പഠിക്കുന്നതിലല്ല പ്രാധാന്യം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എക്സാമിന് വരുന്ന രീതിയിലേക്ക് നമ്മൾ പഠിക്കണം. അത് ഓക്കെ. അതുകൊണ്ട് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാക്കുന്നത് ഏറ്റവും മികച്ച ടീച്ചേഴ്സുകളാണ് നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ചിന്തിക്കുന്ന ഈ രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസുകൾ മനസ്സിലാക്കി ആ രീതിയിൽ കാര്യങ്ങൾ പഠിക്കുക. അതാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ഏതൊരു സബ്ജക്ട് പഠിക്കുമ്പോഴും എക്സാം ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്താണ് ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട്. ഇനി അടുത്താണ് ഹോമോ നിയാൻഡർതാലൻസീസ്. ആധുനിക മനുഷ്യന്റെ സമകാലീനരാണ്. നമ്മളോടൊപ്പം തന്നെ, മനുഷ്യനോടൊപ്പം തന്നെ, നമ്മുടെ ആധുനിക മനുഷ്യനോടൊപ്പം തന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്ന വിഭാഗമാണ് എന്ത്? ഹോമോ നിയാൻഡർതാലൻസീസ്. അപ്പൊ ചോദിക്കാം എക്സാമിന്, ആധുനിക മനുഷ്യന്റെ സമകാലീനർ ആരാണ്? ആരാണത്? ഹോമോ നിയാൻഡർതാലൻസീസ് ആണ്. അല്ലെ നമ്മൾ നിയാൻഡർതാൽ മനുഷ്യൻ എന്ന് പറയും. നിയാൻഡർതാൽ മനുഷ്യൻ യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഫോസിലുകൾ കിട്ടിയത്. അപ്പൊ ആദ്യത്തെ 3 പേര് ആരൊക്കെയാണ്?
രാമാപിത്തേക്കസ് അല്ലെങ്കിൽ ആർഡിപിത്തേക്കസ്, ദെൻ ഓസ്ട്രലോപിത്തേക്കസ്, ഹോമോ ഹാബിലിസ്. ആഫ്രിക്കയിൽ നിന്നുമാണ് ഫോസിൽ കിട്ടിയത്. ഹോമോ ഇറക്ടസ് ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമാണ്. ഹോമോ നിയാൻഡർതാലൻസിസ് യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നുമാണ്. ഹോമോസാപ്പിയൻസ് ആധുനിക മനുഷ്യനാണ്. എവിടുന്നാ ഫോസിൽ കിട്ടിയത്? ഫ്രാൻസിൽ നിന്നുമാണ്. അത് എക്സാമിൽ ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ഹോമോസാപ്പിയൻസിന്റെ ഫോസിൽ ലഭിച്ച വൻകര ഏതാണ്? ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. ഹോമോസാപ്പിയൻസിന്റെ ഫോസിൽ ലഭിച്ച വൻകര ഏതാണ്? ആൻസർ എന്താ കുട്ടികളെ? യൂറോപ്പാണ്. യൂറോപ്പിൽ എവിടുന്നാണ്? ഫ്രാൻസിൽ നിന്നുമാണ്. കിട്ടിയല്ലോ. അപ്പൊ ആധുനിക മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതനമായ അംഗമാണെങ്കിൽ ആർഡിപിത്തേക്കസ് റാമിഡസ് ആണ്. ഫോസിൽ കിട്ടിയത് ആഫ്രിക്കയിൽ നിന്നുമാണ്. ഓസ്ട്രലോപിത്തേക്കസ് ഫോസിൽ കിട്ടിയത് ആഫ്രിക്കയിൽ നിന്നുമാണ്. ഹോമോ ഹാബിലിസ് കല്ലിൽ നിന്നും അസ്ഥികഷ്ണങ്ങളിൽ നിന്നും ആയുധങ്ങൾ നിർമ്മിച്ച ആദ്യ പൂർവിക വിഭാഗമാണ്. ഫോസിൽ കിട്ടിയത് എവിടെ നിന്നാണ്? ആഫ്രിക്കയിൽ നിന്നുമാണ്. അപ്പൊ നമുക്ക് എന്താ പറയാ? മനുഷ്യനുണ്ടായ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക, അല്ലേ? പിന്നീട് ഹോമോ ഇറക്ടസ് ആണ്. രണ്ട് കാലുകളിൽ നിവർന്നു നിന്ന ആദ്യ പൂർവിക വിഭാഗമാണ്. ജാവ മനുഷ്യൻ എന്നറിയപ്പെടുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമാണ് ഫോസിൽ കിട്ടിയത്. ഹോമോ നിയാൻഡർതാലൻസിസ് ആധുനിക മനുഷ്യന്റെ സമകാലീനർ. യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഫോസിൽ കിട്ടി. ഹോമോസാപ്പിയൻസ് ആധുനിക മനുഷ്യനാണ്. ഫോസിൽ ലഭിച്ചത് ഫ്രാൻസിൽ നിന്നുമാണ്. വൻകരയാണെങ്കിൽ അത് യൂറോപ്പാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മുടെ ഭൂവിജ്ഞാന കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാമെന്ന് തോന്നുന്നു. ഭൂവിജ്ഞാന കാലഘട്ടങ്ങൾ. നമ്മൾ ഭൂവിജ്ഞാന കാലഘട്ടങ്ങളെ നമ്മൾ 4 ആയിട്ട് തിരിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് പ്രോട്ടിറോസോയിക്. അത് നിങ്ങൾക്ക് വേണ്ട. പ്രോട്ടിറോസോയിക് പ്രോട്ടിറോസോയിക് അത് നമുക്ക് വേണ്ട. അടുത്ത രണ്ടാമത്തെയാണ് പാലിയോസോയിക്. മൂന്നാമത്തെയാണെന്ത്? മെസോസോയിക്. നാലാമത്തെയാണെന്ത്? സീനോസോയിക്. ഇത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് 2017 നമ്മുടെ LP എക്സാംസ് ഒക്കെ ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രോട്ടിറോസോയിക്ക്, പാലിയോസോയിക്ക്, മീസോസോയിക്ക്, സീനോസോയിക്ക്. നമുക്ക് പാലിയോസോയിക്ക് നോക്കാം. ഈ പാലിയോസോയിക്കിലാണ് മത്സ്യങ്ങൾ ധാരാളമായിരുന്നു. ഇപ്പൊ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാം, മത്സ്യങ്ങളുടെ സുവർണ കാലഘട്ടം ഏതെന്ന് ചോദിക്കാം. മത്സ്യങ്ങളുടെ സുവർണ കാലഘട്ടമാണ് പറഞ്ഞെന്തോ? പാലിയോസോയിക്ക് അല്ലെങ്കിൽ ഡിവോണിയൻ എന്ന് പറയാം. ഇത് എഴുതി വെക്കണം കേട്ടോ. അപ്പൊ മത്സ്യങ്ങളുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് പാലിയോസോയിക് ആണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന ഡിവോണിയൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഉഭയജീവികളുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നതും ഏതാണ്? പാലിയോസോയിക് തന്നെയാണ്. പക്ഷെ അതിൽ കാർബോണിഫറസ് എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ്. ഓക്കെ, ഇപ്പൊ മത്സ്യങ്ങളുടെ സുവർണ കാലഘട്ടം ചോദിച്ചാൽ പാലിയോസോയിക് അല്ലെങ്കിൽ ഡിവോണിയൻ. ഉഭയജീവികളുടെ സുവർണ കാലഘട്ടമാണെങ്കിൽ അതും എന്താണ്? പാലിയോസോയിക് ആണ് അല്ലെങ്കിൽ കാർബോണിഫറസ് ആണ്. ഓക്കെ, ഇനി ഉരകങ്ങളുടെ സുവർണ, നമുക്കറിയാം ഏറ്റവും വലിയ ഉരകം ഏതായിരുന്നു? ദിനോസർ അല്ലേ? നമ്മുടെ ഭൂമിയിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഉരകം ഏതാണ്? നമ്മളുടെ ദിനോസറുകളാണ് അല്ലെ? അപ്പൊ ദിനോസറുകൾ ഏറ്റവും കൂടുതൽ പ്രബലമായത് ഏത് കാലഘട്ടത്തിലാണ്? മീസോസോയിക്കിലാണല്ലോ. ഉരകങ്ങളുടെ സുവർണ കാലഘട്ടം എഴുതി വെച്ചോ. ഉരകങ്ങളുടെ സുവർണ കാലഘട്ടം ഏതാ കുട്ടികളെ? മീസോസോയിക് ആണ്. ഉരകങ്ങളുടെ സുവർണ കാലഘട്ടം ഏതാണത്? മീസോസോയിക് ആണ്. ഉരകങ്ങളുടെ സുവർണ കാലഘട്ടം മീസോസോയിക് ആണ്. അവിടെയാണ് ദിനോസറുകളൊക്കെ ഏറ്റവും കൂടുതൽ പ്രബലമായത്. അല്ലെങ്കിൽ ജുറാസിക് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണല്ലോ. ഇനി പക്ഷികളും മനുഷ്യനും ഉണ്ടായത് സീനോസോയിക്കിലാണ്. അത് വരാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെച്ചോ. പക്ഷികളും അതേപോലെ തന്നെ എന്താണത്? പക്ഷികളും അതേപോലെ സസ്തനികളൊക്കെ കൂടുതലായിട്ട് ഉണ്ടായത് ഏത് കാലഘട്ടത്തിലാണ്? നമ്മളുടെ സീനോസോയിക് കാലഘട്ടത്തിലാണ്. ഇപ്പൊ ഇവിടെ ചോദിക്കുന്ന മത്സ്യങ്ങളുടെ സുവർണ കാലഘട്ടം പാലിയോസോയിക് അല്ലെങ്കിൽ ഡിവോണിയൻ. ഉഭയജീവികളുടെ സുവർണ കാലഘട്ടം പാലിയോസോയിക് അല്ലെങ്കിൽ കാർബോണിഫറസ്. ഉരകങ്ങളുടെ സുവർണ കാലഘട്ടം മീസോസോയിക്. ദിനോസറുകളിൽ നിന്ന് എടുത്തി ഒരിച്ചാൽ ജുറാസിക് ആണ്. ക്ലിയർ ആണോ? പക്ഷികളും മനുഷ്യനൊക്കെ ഏറ്റവും കൂടുതൽ പ്രബലവർഗമായ കാലഘട്ടം ചോദിച്ചാൽ സീനോസോയിക് ആണ്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നേരത്തെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ചെയ്യാം.
ഇത് നമ്മുടെ സമഗ്ര ക്വസ്റ്റ്യൻ പോലുള്ള ചോദ്യമാണ്. ആധുനിക മനുഷ്യന്റെ പരിണാമ ചരിത്രപാതയിൽ ഇടം നേടിയ ജീവികളെ സൂചനയ്ക്കനുസരിച്ച് കണ്ടെത്തി എഴുതുക. മനുഷ്യകുലത്തിലെ ഏറ്റവും പുരാതനമായ അംഗത്തിന്റെ പേരെന്തായിരുന്നു കുട്ടികളെ? ആർഡിപിത്തേക്കസ് റാമിഡസ് ആണ്. കല്ലിൽ നിന്ന് മസ്തികഷ്ണങ്ങളിൽ നിന്നും ആയുധങ്ങൾ നിർമ്മിച്ചത് ഹോമോ ഹാബിലീസ് ആണ്. അല്ലേ? ആണല്ലോ. ആധുനിക മനുഷ്യനാണെങ്കിൽ ഹോമോ സാപ്പിയൻസ് ആണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ കുറെ ക്വസ്റ്റ്യൻസുകളാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വരാവുന്ന കുറെ ക്വസ്റ്റ്യൻസുകളാണ്. താഴെ പറയുന്നവയിൽ ജീവജാതിയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിച്ചേ. ഈ 2 ക്ലാസ്സുകളും കണ്ടു കഴിഞ്ഞ ഒരാൾക്ക് ഉറപ്പായിട്ട് ചെയ്യാൻ കഴിയും. താഴെ പറയുന്നവയിൽ ജീവജാതിയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ഏതാണ് കുട്ടികളെ? അത് ഉൽപരിവർത്തനമല്ല അല്ലേ? ഉൽപരിവർത്തനമല്ലേ? അതെ. പാൻസ്പെർമിയയും നമുക്കറിയാം പാൻസ്പെർമിയ, ബയോജനസിസ്, നൈസർഗിക ജനനം ഇതൊക്കെ എന്താണ്? ജീവന്റെ ഉൽപ്പത്തിയാണ് അല്ലേ? നമ്മൾ ക്ലാസ്സിൽ പഠിച്ചില്ലയോ? പാൻസ്പെർമിയയും ബയോജനസിസും നൈസർഗിക ജനനമൊക്കെ ജീവന്റെ ഉൽപ്പത്തിയാണ്. എന്നാൽ ജീവജാതിയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളില്ലയോ? ലാമാർക്കിസം, ഡാർവീനിസം, ഉൽപരിവർത്തന സിദ്ധാന്തം അല്ലേ? സോ ആൻസർ ഉൽപരിവർത്തനമാണ്. രാസപരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരൊക്കെ ചേർന്നുകൊണ്ടാണ്? രാസപരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് യെസ്, നമുക്കറിയാം ഒപ്പാരനും ഹാൾഡെയിനും ചേർന്നാണ് അല്ലെ? രാസപരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഒപ്പാരനും ഹാൾഡെയിനും. അത് തെളിയിച്ചത് ആരൊക്കെയാണ്? യൂറയും മില്ലറുമാണ് അല്ലെ? രാസപരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഒപ്പാരനും ഹാൾഡെയിനും. തെളിയിച്ചത് ആരാണ് പറഞ്ഞു? യൂറയും മില്ലർ. അടുത്ത ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇല്ലാതിരുന്ന ഘടകം ഏതാണ്? ഏതാ കുട്ടികളെ? ഓക്സിജൻ അല്ലേ? ഓർമ്മയുണ്ടോ പഠിച്ചത്? അവിടെ നമ്മൾ ഹൈഡ്രജനെ കുറിച്ച് പഠിച്ചു, നൈട്രജനെ കുറിച്ച് പഠിച്ചു, നീരാവിയെ കുറിച്ച് പഠിച്ചു അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് പഠിച്ചു, മീഥേനെ കുറിച്ച് പഠിച്ചു, അമോണിയയെ കുറിച്ച് പഠിച്ചു, ഹൈഡ്രജൻ സൾഫൈഡ് പഠിച്ചു. അവിടെ ഇല്ലാതിരുന്നത് ഓക്സിജൻ അല്ല ഇത്. ഓക്കെ, ഓക്സിജൻ. ആ, ഭക്ഷ്യദൗർലഭ്യവും രോഗവും പട്ടിണിയും അതിജീവനത്തിലുള്ള മത്സരം ഉണ്ടാക്കുമെന്ന് അഭിപ്രായപ്പെട്ടത്. ഭക്ഷ്യദൗർലഭ്യവും രോഗവും പട്ടിണിയും അതിജീവനത്തിലുള്ള മത്സരം ഉണ്ടാക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? റോബർട്ട് മാൽത്തൂസ് ആണ്. ഇദ്ദേഹത്തിന്റെ ഈ ആശയമല്ലേ ഡാർവിനെ സ്വാധീനിച്ചത്? ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. ആർക്കിയോപ്റ്റെറിക്സ് എന്ന ഫോസിൽ നൽകുന്ന തെളിവ് എന്താണ്? എന്തായിരുന്നു കുട്ടികൾ ആർക്കിയോപ്റ്റെറിക്സ്? ഓർമ്മയുണ്ടല്ലോ, ഉരകപക്ഷി എന്ന് വിളിച്ചു അല്ലയോ? അതായത് ഉരകങ്ങൾ പരിണമിച്ചാണ് പക്ഷികളായി മാറിയത്. ഉരകങ്ങളിൽ നിന്നുമാണ് പക്ഷികൾ ഉണ്ടായത്. ഉരകങ്ങൾ പക്ഷികളായി പരിണമിച്ചു. അതല്ലയോ ആർക്കിയോപ്റ്റെറിക്സ്? ഇതൊക്കെ എക്സാമിന് വരാവുന്ന ഏറ്റവും നല്ല ചോദ്യങ്ങളാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ അനുരൂപ അവയവം, നമ്മൾ അനുരൂപ അവയവങ്ങളെ വിളിച്ച പേരല്ലേ കുട്ടികളെ? സജാതി അവയവങ്ങൾ അല്ലേ? അതായത് ഒരേ ഘടനയും വ്യത്യസ്ത ധർമ്മവും. ഒരേ ഘടനയും വ്യത്യസ്ത ധർമ്മവും. ആൻസർ കണ്ടുപിടിച്ചേ ഒന്ന്. ആ, കറക്റ്റ് ആണ്. മൂന്നാമത്തെയാണ് പല്ലി, വവ്വാൽ, തിമിംഗലം എന്നിവയുടെ മുൻകാലുകളാണ് അല്ലെ? മധുരക്കിഴങ്ങും ഉരുളക്കിഴങ്ങും എന്താണ്? വിജാതീയ അവയവങ്ങളാണ്. ഷഡ്പദങ്ങൾ, പക്ഷികൾ എന്നിവയുടെ ചിറകുകൾ എന്താണ്? വിജാതീയ അവയവങ്ങളാണ്. സസ്തനികൾ, നീരാളി എന്നിവയുടെ കണ്ണുകൾ എന്താണ്? വിജാതീയ അവയവങ്ങൾ. ജാവ മനുഷ്യൻ എന്നറിയപ്പെട്ട പൂർവിക വിഭാഗം ഏതാണ്? അത് ഹോമോ ഇറക്ടസ് ആണ്. ഓർമ്മയുണ്ടല്ലോ? യെസ്. ഇത് നമ്മുടെ കഴിഞ്ഞ എക്സാമിന്റെ ചോദ്യമാണ്. നിങ്ങൾ വായിച്ചു നോക്കി ആൻസർ പറഞ്ഞേ. പ്രപഞ്ചത്തിലെ ഇതര ഗോളങ്ങളിൽ എവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം. എന്താണ് കുട്ടികളത്? പാൻസ്പെർമിയാണ് അല്ലെ? ആർഡിപിത്തേക്കസ് റാമിഡസിന്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏതാണ്? ഏതായിരുന്നു കുട്ടികളെ? ഏത്? ആഫ്രിക്കയാണ്. കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതൊക്കെ. ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരായിരുന്നു കുട്ടികളെ? ഹ്യൂഗോ ഡി ബ്രീസ്. ഇത് മൂന്നുമാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. 2017 നമ്മുടെ LPSAയുടെ ചോദ്യമാണ് ഉരകങ്ങളുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഏതാ കുട്ടികളെ? ആൻസർ നമുക്കറിയാം. മത്സ്യങ്ങളുടെ സുവർണ്ണ കാലഘട്ടം ഏതായിരുന്നു? പാലിയോസോയിക് ആയിരുന്നു അല്ലേ? അതേപോലെ തന്നെ എന്താണ് ഉഭയജീവികളുടെ സുവർണ്ണ കാലഘട്ടം? പാലിയോസോയിക് ആണ്. ഓർമ്മയുണ്ടല്ലോ? അതേസമയം നമ്മളുടെ ഉരകങ്ങളുടെ സുവർണ്ണ കാലഘട്ടം മീസോസോയിക് ആണ്. മീസോസോയിക്കിലല്ലേ ദിനോസറുകൾ പ്രബലമായത് അല്ലേ? മീസോസോയിക് ആണ്. പഠിക്കുക, എക്സാമിന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിലേതാണ് ശരിയായ ജോഡി? നിങ്ങൾ പറഞ്ഞേ. കൃത്യമായി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾക്ക് ആൻസർ കിട്ടും. ശരിയായ ജോഡി ഏതാണ് കുട്ടികളെ? ലാമാർക്ക് രാസപരിണാമം തെറ്റാണ് അല്ലെ? ലാമാർക്കിന്റെ ലാമാർക്കിസമാണ്. ഡാർവിന്റെ
സ്വയാർജിതമല്ല. സ്വയാർജിതം ആരുടെയാണ്? ലാമാർക്കിന്റെയാണ്. ഒപ്പാരനും ഹാൾഡെയ്നും ഇത് തെറ്റാണ്. ആൻസർ മക്കളെ ബി ആണ്. ഹ്യൂഗോ ഡീവ്രീസിന്റെ ഉൽപ്പരിവർത്തന സിദ്ധാന്തം. അടുത്തത് പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ ചാൾസ് ഡാർവിന്റെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. മക്കളെ ഇതിനകത്ത് എ എന്നും ബി എന്നും സി എന്നും ഡി എന്നും കൊടുക്കും. എന്തായിരിക്കും? സി അല്ലേ മക്കളെ? നമുക്കറിയാം ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വഭാവങ്ങൾ സ്വയാർജിത സ്വഭാവങ്ങൾ ഇല്ലയോ? സ്വയാർജിത സ്വഭാവങ്ങൾ ആരുടെ സിദ്ധാന്തമായിരുന്നു? ലാമാർക്കിന്റെ. ലാമാർക്കിസ്റ്റിലല്ലേ നമ്മൾ പഠിച്ചത്, ഓർമ്മയില്ലേ? സ്വയാർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേക്ഷണ സിദ്ധാന്തം, ഉപയോഗ നിരുപയോഗം, ഇതൊക്കെ ലാമാർക്കിന്റെയാണ് അല്ലേ? ഡാർവിനുമായി ബന്ധമൊന്നുമില്ല. ഇപ്പൊ ജീവിതകാലത്ത് ആർജിക്കുന്ന സ്വഭാവങ്ങൾ സ്വയാർജിത സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അത് ലാമാർക്കിസമാണ്. ഡാർവിന്റെ പ്രകൃതി നിർദ്ധാരണവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ എവല്യൂഷൻ, പരിണാമം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. ഇതിന്റെ ഈ ഒരു ഭാഗം രണ്ടാമത്തെ ക്ലാസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്കറിയാം. കുറെ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് വരാൻ സാധ്യത കൂടുതൽ. അപ്പൊ അതുകൊണ്ട് പോയിന്റ്സുകൾ എഴുതി വെച്ച് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇതൊക്കെ ഒന്ന് പറയുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്താണോ ആ ടോപ്പിക് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ആ ടോപ്പിക് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ബൈ, ടേക്ക് കെയർ.